കോഴിക്കോട് താമരശ്ശേരിയിൽ വെട്ടേറ്റ ഡോക്ടർ വിപിൻ ആശുപത്രി വിട്ടിരിക്കുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡോക്ടർ. YS അഭിനന്ദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ ഡോക്ടർക്ക് നേരെ നടന്ന ആക്രമണം പിന്നാലെ വലിയ പ്രതിഷേധത്തിലേക്ക്, സംസ്ഥാന തലത്തിൽ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് ഡോക്ടേഴ്സ് പോയ സാഹചര്യവും, കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ OP ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് ഡോക്ടേഴ്സ് പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ ആശുപത്രി വിട്ടിരിക്കുന്നു. വിവരങ്ങൾ എന്താണ് അഭിനന്ദ്? കോഴിക്കോട് താമരശ്ശേരിയിൽ വെട്ടേറ്റ ഡോക്ടർ വിപിൻ ആശുപത്രി വിട്ടിരിക്കുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വിപിൻ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഡോക്ടർക്ക് നേരെ ആക്രമണം നടന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധം സംസ്ഥാനത്തെ ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് KGMOയുടെ നേതൃത്വത്തിലൊക്കെ ഉയർന്നു വന്നതാണ്. കോഴിക്കോട് ജില്ലയിൽ OP ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധത്തിലേക്കും, സംസ്ഥാന തലത്തിലാണെങ്കിൽ പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ മാർച്ചുകളും സംഘടിപ്പിച്ച് പ്രതിഷേധത്തിലേക്കുമൊക്കെ ഡോക്ടേഴ്സ് കടന്നതാണ്. വന്ദനയുടെ മരണത്തിന് പിന്നാലെ ചില നിയമനിർമ്മാണത്തിലേക്കൊക്കെ പോലീസ് കടന്നിരുന്നെങ്കിലും, കർശനമായ ചില നടപടികൾ സ്വീകരിക്കുന്ന തീരുമാനമെടുത്തിരുന്നെങ്കിലും തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ചികിത്സയ്ക്കെത്തുന്ന ആൾ ഈ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഡോക്ടേഴ്സ് കടന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് താമരശ്ശേരിയിൽ വെട്ടേറ്റ ഡോക്ടർ വിപിൻ ആശുപത്രി വിട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. YS അഭിനന്ദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിനന്ദ്, വിവരങ്ങൾ എന്താണ് അഭിനന്ദ്? റിജിത്ത്, താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വെട്ടേറ്റ ഡോക്ടർ വിപിൻ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർക്ക് നേരത്തെ ഈ തലയോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. ആ ശസ്ത്രക്രിയ മെനഞ്ഞാന്ന് തന്നെ പൂർത്തീകരിച്ച് 2 ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ തുടരണമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതിന് പിന്നാലെ ഇപ്പോൾ പൂർണ്ണമായിട്ടും രോഗം മാറി എന്നുള്ള സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇപ്പോൾ തിരിച്ച് ഡോക്ടർ പോയിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ നമ്മൾ ഡോക്ടറുടെ സഹോദരനുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട്. സ്റ്റിച്ച് മാത്രമായിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ തലച്ചോറിനൊരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയെങ്കിലും പിന്നീട് തലയോട്ടിക്ക് പുറത്ത് മാത്രമാണ് പരുക്കേറ്റതെന്ന് ആശുപത്രി അധികൃതർ കണ്ടെത്തിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് സ്റ്റിച്ച് ഇടാനുള്ള നടപടിയിലേക്കായിരുന്നു കടന്നത്. അത് പൂർത്തീകരിച്ചു. 2 ദിവസം ICUവിലായിരുന്നു. ICUവിന് ശേഷം ഇന്നലെ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ പിതാവാണ് നേരത്തെ വിപിനെ ആശുപത്രിയിൽ വെച്ച് ആക്രമിച്ചത്. അതിന് പിന്നാലെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിരിക്കുന്നു ഡോക്ടർ എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. YS അഭിനന്ദ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.